Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ഏറ്റവും ആദരണീയ വ്യക്തിത്വം യോഗാധ്യക്ഷ IAC ഒമാൻ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് സുനിത അഷ്റഫ് അവർകളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടക MGM കേരളയുടെ ട്രഷററും MGM UAEയുടെ പ്രസിഡന്റുമായ റാബിയ മുഹമ്മദ് അവർകളെ, എൻ്റെ സഹപ്രഭാഷക പ്രിയപ്പെട്ട അഷ്റഫ് കൈയുടെ മകള് ഫാത്തിമ സഹ്റ, മറ്റുവേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ മിക്ക മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുമ്പിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, നാവടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പെൺകരുത്ത് സമൂഹ നന്മക്ക് നമ്മുടെ അജിത ടീച്ചറുടെ സ്വാഗത ഭാഷണത്തിൽ തുടങ്ങി പ്രൗഢമായ അധ്യക്ഷ ഭാഷണത്തിലൂടെയും ഉദ്ഘാടന ഭാഷണത്തിലൂടെയും ഏറെക്കുറെ ആ വിഷയത്തിൻ്റെ പൊരുള് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പുതിയ കാലത്ത് സ്ത്രീ സമൂഹം വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടുമൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ സാധ്യമാക്കിയ കാലഘട്ടമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും മുൻകാലങ്ങളിൽ നടന്ന മുറവിളികൾക്കെല്ലാം പരിസമാപ്തി കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾ ഉയർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, സ്ത്രീ അവൾക്ക് ലഭിക്കപ്പെട്ട കരുത്തും അവൾ ആർജിച്ചെടുത്ത നേട്ടങ്ങളും നല്ലതായ രൂപത്തിലല്ല കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയകളിലും മറ്റെല്ലാ മേഖലകളിലും നമുക്ക് മുസ്ലിം നാമധാരികളായ സ്ത്രീകളെ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പല രൂപത്തിലും പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ മുസ്ലിം നാമധാരികളായ വ്ളോഗർമാരുടെ, സ്ത്രീകളുടെ ആധിക്യം തന്നെ നമുക്ക് കാണാം. വീടകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ, പുറത്തു പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമായ വിഷയങ്ങൾ, ഇസ്ലാമിക വേഷം പോലും ധരിക്കാതെ നിറഞ്ഞാടുന്ന സ്ത്രീ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ സമൂഹമാകട്ടെ ഇത്തരം സാമൂഹിക മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. ഡാൻസും പാക്കുത്തുമായിട്ട് മക്കള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, പൊതു ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇസ്ലാമിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ആൺകുട്ടികളുമായിട്ട് ഇടപഴകി കൈകൊടുത്തു തൊട്ടുരുമ്മി സ്ത്രീകൾ, പെൺകുട്ടികൾ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ എവിടെ നോക്കിയാലും സ്ത്രീ നേടിയെടുത്ത ഈ കരുത്ത് ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും അപകടകരമായ മറ്റൊരു കാര്യം,
സ്ത്രീ ഇത്രത്തോളം ഉയർന്നു വന്നു എന്നതിന്റെ പേരില് പുതിയ സമൂഹത്തിലെ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പുരുഷന്റെ കീഴിൽ ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, ഞങ്ങളുടെ സന്തോഷങ്ങളെ, ഞങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതാണ് വിവാഹമെന്ന കാര്യം തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട എന്ന് പറയാൻ പോലും പുതിയ സമൂഹം ഇപ്പോ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറെ അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീ സമൂഹം നേടിയെടുത്ത കരുത്തിനെ നന്മയുടെ പാതയിൽ വിനിയോഗിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് മാത്രമല്ല, ഇസ്ലാമിക സംസ്കാരത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നിട്ടുള്ള എല്ലാ ധൂർണതകളെയും തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും പ്രവർത്തന സജ്ജരാകണം, സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം. മുസ്ലിം സ്ത്രീ ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവള് പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇതായിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ബാധ്യത എന്നുള്ളതാണ് ആദ്യമായിട്ട് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഒരിക്കലും തന്നെ കഴിഞ്ഞ കാലങ്ങളില് ജൽപ്പിക്കപ്പെട്ടതുപോലെ മുസ്ലിം സ്ത്രീ ഒരിക്കലും അവള് പീഡകങ്ങളില് തളക്കപ്പെട്ടവളോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവളോ അല്ല. നമുക്കറിയാം, ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ റാബിയത്ത് ഉദ്ഘാടന ഭാഷണത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. എത്രത്തോളമാണ് ഒരു മുസ്ലിം സ്ത്രീ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യവുമെന്ന്. ഇനിയും അത് നിങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അത്തരം ആനുകൂല്യങ്ങളെല്ലാം വളരെ നല്ല രൂപത്തിൽ വിനിയോഗിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണമെന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ നേടിയെടുത്ത ഈ കരുത്തിനെ നന്മയുടെ പാതയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനാദ്യമായിട്ട് ഇത്തരം തലതിരിഞ്ഞ സ്വഭാവ പ്രകൃതങ്ങളുമായിട്ട് പ്രവണതകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം. എല്ലാ മേഖലകളിലും ജീർണതകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഏറെ അപകടകരമാണ്. പെണ്ണിന് പ്രബോധനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നോക്കൂ, നിങ്ങൾ ചരിത്രത്താളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച മഹിളാരത്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. സമ്പത്തുള്ള കച്ചവടക്കാരിയായ നല്ല കരുത്തുറ്റ ഒരു സ്ത്രീത്വത്തിന്റെ ഉടമയായിരുന്നു മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭൂമിയിൽ പ്രവാചകത്വം എന്ന മഹാദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഏറ്റവും സഹായകമായ ഭൗതിക ഘടകം ഖദീജ റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യവും സ്നേഹവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ സ്നേഹവും സാമീപ്യവും സമ്പത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയത്. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിലെ നിർഭയത്വം എന്ന് പറയുന്നത്. അപ്രകാരമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. മറ്റൊന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് നീണ്ട 40 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടതില് മുൻപന്തിയിലുള്ള വ്യക്തിത്വമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു ദൗത്യം നിർവഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്തിന് വളരെ പ്രധാനപ്പെട്ട പല അറിവുകളും ലഭിക്കപ്പെടുമായിരുന്നില്ല. ചരിത്ര താളുകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സ്വഹാബാ സമൂഹം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് നിരന്തരം വിജ്ഞാനം തേടി വരുമായിരുന്നു.
ഒരു യൂണിവേഴ്സിറ്റിക്ക് സമാനമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടകം പ്രവർത്തിച്ചിരുന്നു. ഒരു വിഭാഗം ഖുർആൻ പഠിക്കാൻ കയറി വരുന്നു, മറ്റൊരു വിഭാഗം ഹദീസ് പഠിക്കാൻ കയറി വരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ അവർ സമീപിക്കുമ്പോൾ ഈ സമൂഹത്തിലേക്ക് വിജ്ഞാനം പകർന്നു നൽകാൻ തന്റെ ആയുസ്സിനെ മാറ്റിവെച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടി ആ പെൺകരുത്ത് ഉപയോഗപ്പെടുത്തിയ ആ മഹതികളാണ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രബോധന പ്രവർത്തനത്തിന് നിരതരാകണം. പ്രത്യേകിച്ചും ഈ കുത്തഴിഞ്ഞ കാലഘട്ടത്തില് വീടകങ്ങളിൽ നിർഭയത്വത്തോടെ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും നിർവാഹമില്ല. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം, പ്രബോധന കർത്തവ്യം നിർവഹിക്കുക തന്നെ വേണം. അല്ലാഹു പറയുന്നുണ്ട്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്. എന്താണ് അവർക്ക് ചെയ്യുവാനുള്ള ദൗത്യം? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ പരസ്പരം നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അഥവാ സമൂഹത്തില് തിന്മകളുടെ ആധിക്യം കാണുമ്പോ, വേണ്ടാത്തരങ്ങൾ കുമിഞ്ഞുകൂടുമ്പോ ഞാനതിലൊന്നുമില്ലല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട്, എനിക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് സമാധാനിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ആണും പെണ്ണും തന്റെ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുക തന്നെ വേണം എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത്, സ്ത്രീ സമൂഹം അഴിഞ്ഞാടുന്ന കാലത്ത്, സമൂഹത്തിന് മുൻപന്തിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് എവിടെയും തല താഴ്ത്തി പിടിക്കേണ്ടവളല്ല മുസ്ലിം വനിത എന്ന് ഉച്ചൈസ്ത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച സമൂഹത്തോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. എന്നിട്ട് റസൂലുള്ളാഹി വളരെ ഗൗരവത്തോടുകൂടി പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ നിങ്ങളിലേക്ക് പെയ്തിറങ്ങും. അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളിൽ ഓരോരുത്തരിലേക്കും പെയ്തിറങ്ങും. നമുക്ക് പോലും അനുമാനിക്കാൻ സാധിക്കാത്ത വിധത്തില് ആ ശിക്ഷകൾ നമ്മളെ പിടികൂടാൻ തുടങ്ങും. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലേ, കൊറോണ ബാധിച്ചുകൊണ്ട് അടച്ചിടപ്പെട്ട മനുഷ്യവർഗമായിട്ട്, നിസ്സഹായരായ മനുഷ്യനായിട്ട് നാം ഓരോരുത്തരും ജീവിക്കേണ്ടി വന്നില്ലേ? ഒരു വർഷകാലം വന്നാൽ നിർഭയത്വത്തോടെ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ സാധ്യമല്ല. ഉരുൾപൊട്ടലും പ്രളയവും ഇനിയും എന്തൊക്കെയാണ് റബ്ബ് നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുള്ളതെന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അപ്രകാരം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷകൾ പെയ്തിറങ്ങും. ആ ഘട്ടത്തില് നിസ്സഹായതയോടെ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യും. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തും, അല്ലാഹ് രക്ഷിക്കണേ റബ്ബേ, രക്ഷിക്കണേ റബ്ബേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. എന്താ കാരണം? ഞാൻ പ്രബോധനം നിർവഹിച്ചില്ല. മുസ്ലിം സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കേറ്റില്ല. അള്ളാന്റെ സംരക്ഷണം നഷ്ടപ്പെടും. നമ്മൾ ഇറങ്ങണം. നമ്മുടെ കരുത്തുമായിട്ട് ഞാനും നിങ്ങളും മുന്നോട്ടിറങ്ങുക തന്നെ വേണം. അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് അത് അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നന്മ, ആ കരുത്ത്, അത് നമുക്ക് സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാൻ സാധിക്കണം. അതുകൊണ്ട് ആദ്യമായി നമ്മൾ വിചിന്തനം നടത്തേണ്ടത്, ആത്മവിശകലനം നടത്തേണ്ടത്, എന്നിലെ കരുത്തുണ്ടോ? എന്താ കരുത്ത്? അതേ മാനിക കരുത്താണ്, വിശ്വാസത്തിന്റെ കരുത്താണ്. എവിടെയും തല താഴ്ത്തി പിടിക്കേണ്ടതില്ലാത്ത വിശ്വാസത്തിന്റെ കരുത്താണത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ, എവിടെയും അടിപതറിപ്പോകാത്ത ഉൾക്കരുത്തുള്ളവളാ മുസ്ലിം പെണ്ണ്. ആർക്കും അവളെ തകർക്കാനാവില്ല. എവിടെയും അവൾ അടിപതറിപ്പോകുകയില്ല. പക്ഷേ ആ കരുത്ത് നമ്മൾക്ക് നേടിയെടുത്തിട്ടുണ്ടോ? അത്
അതിന് നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പെൺകരുത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ തുച്ഛമായ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ കരുത്തെന്താന്ന് നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കണം. നമ്മളിപ്പോ നടക്കുന്ന ഈ ഒരു പവറൊന്നും എപ്പോഴും ഉണ്ടാവൂല. നമുക്കൊരു രോഗം വന്നാൽ, നമുക്ക് വല്ല തിരിച്ചടിയും വന്നാൽ എല്ലാ കരുത്തും നഷ്ടപ്പെടും, നമുക്ക് എല്ലാ പവറും നഷ്ടപ്പെട്ടു പോകും നമുക്ക്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഉൾക്കരുത്ത് നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കണം. നമ്മുടെയൊക്കെ ചില ദൗർബല്യങ്ങളുണ്ട്, ദുർബലതകളുണ്ട്. അതിനൊക്കെ വിശ്വാസം കൊണ്ട് മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് ആ കരുത്തിലേക്കുള്ള മുന്നേറ്റത്തെ സംബന്ധിച്ച്, അവിടെ എങ്ങനെയാണ് സ്വഭാവ സംസ്കരണം സാധ്യമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു പറയുന്നു, വസാരിഉ ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് വഇദ്ദത്തുൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് കടന്നു വരിക, വളരെ വേഗം വരിക, അമാന്തിച്ചു നിൽക്കരുത്. സമയം നിങ്ങളുടെ മുന്നിലില്ല, ഇന്നും നാളെയുമായിട്ടത് തീർന്നു പോകും. അതിന്റെ മുമ്പ് എന്നിലുള്ള പോരായ്മകൾ എന്ത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ വല്ലതും തിരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് റബ്ബേ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറണം. എങ്കില് അതാ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് എത്തിപ്പെട്ടാലുണ്ടല്ലോ, അവിടെ ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ആ സ്വർഗമാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാ വഇദ്ദത്തുൽ മുത്തഖീൻ, അത് തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അപ്പൊ എന്താ തഖ്വ എന്ന് പറയുന്നത്? ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധം തോന്നിയിട്ട് അല്ലാഹ് പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ നാം കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് മാറും. തുടർന്ന് അല്ലാഹു പറയാണ്, തഖ്വയുള്ളവരുടെ ചില ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു തരാം, ചില ക്വാളിറ്റികൾ പഠിപ്പിച്ചു തരാണ്. എന്താണ് തഖ്വയുള്ളവരുടെ ക്വാളിറ്റികൾ? അവർ സങ്കടത്തിലും സന്തോഷത്തിലും ദാനം ചെയ്യുന്നവരാണ്. എന്താ ദാനധർമ്മം എന്ന് പറഞ്ഞ അതുണ്ടല്ലോ, അത് പരലോകത്തെ വല്ലാതെ മോഹിക്കല. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ദുനിയാവിന്റെ വിഭവത്തോട് നമുക്ക് വലിയ ആഗ്രഹമാണ്. ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ മനസ്സിലാഹു നിക്ഷേപിച്ചതെന്നറിയോ? ആരാ നന്മ പ്രവർത്തിക്കുക, ആരാ തിന്മ പ്രവർത്തിക്കുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് പരലോകത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുക. അതാണല്ലോ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടി ആരാണ് മത്സരിക്കുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ നമുക്ക് ധനത്തോടും ദുനിയാവിനോടൊക്കെ എത്ര മോഹമുണ്ടാക്കിയത് അല്ലാഹു. അവിടെ നമ്മൾ അടിമത്രിപ്പോകുമ്പോൾ ദുനിയാവ് വഞ്ചിപ്പിക്കുന്ന വിഭവമാണ്. അതിനങ്ങനെ കൂട്ടിപ്പിടിക്കാൻ തോന്നും, ആർക്കും കൊടുക്കാൻ തോന്നൂല, ഒന്നും ചെയ്യാൻ തോന്നൂല. അവിടെ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദാനധർമ്മം നിർവഹിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ അവനുള്ളിലെ തഖ്വയുള്ളവനാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ മോഹിക്കുന്നവനാ, അല്ലാഹുവിന്റെ തൃപ്തിയെ കാക്ഷിക്കുന്നവനാ, എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. അപ്രകാരം ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും ദാനം ചെയ്യുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ അത് തഖ്വയുള്ളവന്റെ ക്വാളിറ്റിയാണ് എന്ന് അല്ലാഹു പറയുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് അവർ കോപത്തെ ഒതുക്കി നിർത്തുന്നവരാ. രണ്ടാമത്തെ ദുർബലത ആദ്യം ഉണ്ടല്ലോ, ദുനിയാവിനോട് വല്ലാത്ത മോഹം, അതാണ് ഏറ്റവും വലിയ ദുർബലത. രണ്ടാമത്തത് സ്വഭാവത്തിലെ ഏറ്റവും മുന്തിയ സ്വഭാവമാണ് ആരോടും ദേഷ്യം പിടിക്കാത്ത, ആരെയും വെറുപ്പിക്കാത്ത, ഒരു നല്ല സ്നേഹമുള്ള, വെറുപ്പ് കലരാത്ത, ദേഷ്യത്തോടെ സംസാരിക്കാത്തൊരു സ്വഭാവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ടൊന്ന് ആലോചിക്കണം, എന്തൊരു ദേഷ്യമല്ലേ നമുക്ക്. നമ്മുടെ സന്തോഷം ഒന്ന് ആരെങ്കിലും നശിപ്പിച്ചാൽ, നമ്മളോട് ആരെങ്കിലും ഒന്ന് മോശമായിട്ട് പെരുമാറിയാൽ അവരോട് ക്ഷമിക്കാൻ പറ്റൂല, അവരോട് പൊറുക്കാൻ കഴിയില്ല. അപ്പൊ എന്തൊക്കെ പറയാന്ന് നമുക്ക് തന്നെ ബോധമില്ല. ഒരു പക്ഷേ നമ്മൾ അത്രത്തോളം അത് വേദനിപ്പിച്ചിട്ടുണ്ടാകും, അത്രത്തോളം നമ്മുടെ വികാരത്തെ അത് ചൂഷണം ചെയ്തിട്ടുണ്ടാകും. അപ്പോഴാണ് നമുക്ക് വേണ്ടാത്തതൊക്കെ പറയാൻ തോന്നും. ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മുനാഫിക്കുകളുടെ അടയാളം, കപട വിശ്വാസികളുടെ അടയാളം 4 എണ്ണമാണ്. ഒരു ഹദീസിൽ 3 എണ്ണം എന്ന് പറയുന്നുണ്ട്.
മറ്റൊരു ഹദീസിൽ പറയുന്നത് 4 എണ്ണമാണ്. അതിൽ 4ാമത്തെ അടയാളം എന്താണെന്നറിയോ? പരസ്പരം തെറ്റുമ്പോൾ അനാവശ്യം വിളിച്ചു പറയല. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ, ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാൽ എന്തൊക്കെയാ നമ്മളൊക്കെ പറയാം. അവിടെ ആ ഒരു വൈകാരികതയെ നമ്മൾ നിയന്ത്രിക്കണം. എന്നിട്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സിനെ തണുപ്പിക്കണം. ഞാൻ പറഞ്ഞു പോകുന്ന വാക്കുകള് എന്റെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി കളയും, എനിക്കത് നരകത്തെ വാങ്ങിത്തരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ, ആ ദേശത്തെ ഒതുക്കി നിർത്തുവാൻ സാധ്യമാകുന്നുവെങ്കിൽ അത് തഖ്വയുള്ളവരുടെ ക്വാളിറ്റിയാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമുക്ക് സാധിക്കുമോ ഉള്ളപ്പോഴില്ലാത്തപ്പോഴൊക്കെ ദാനം കൊടുത്ത് ദേശത്തെ ഇങ്ങനെ ഒതുക്കി നിർത്താൻ? മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ആരോടും വെറുപ്പില്ല. ഒന്നാലോചിക്കാണ്, വേദനിപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റിയ എത്ര മനസ്സുണ്ട് ഇവിടെ, എത്ര ആളുകളുണ്ട്. എങ്കിലത് സ്വർഗം കിട്ടുന്നവരുടെ ക്വാളിറ്റിയാണ്. ചിലരൊക്കെ പറയും, ഒരു സ്ത്രീ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരുടെ ഭർത്താവിൻ്റെ ഉമ്മ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സാരല്ല, എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. 12 വർഷമായിട്ട് അവരെന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒരു സ്വൈര്യം എനിക്ക് വീട്ടിലില്ല എന്നവർ പറയണേ. അപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കൂ, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ സമാധാനം കിട്ടും. അള്ളാഹു അവരുടെ മനസ്സിൽ നന്മ കൊടുത്ത് നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹമുണ്ടാക്കി തരും. അങ്ങനെയാണല്ലോ സൂറത്ത് സോഫാത്തിൽ അള്ളാഹു പറഞ്ഞു, തിന്മ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അപ്പൊ ഇവര് പറയാൻ എന്നോട്, പറ്റൂലട്ടോ, മരിച്ചാലും പുറത്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ലട്ടോ. അങ്ങനെയാ, അത്രത്തോളം ഉണ്ടായിട്ടുണ്ടാകും പ്രശ്നങ്ങള്. പക്ഷേ എത്ര വേദനിപ്പിച്ചവർക്കും പുറത്തു കൊടുക്കാനുള്ള വിശാല മനസ്ഥിതി സ്വർഗാവകാശികളുടെ ക്വാളിറ്റിയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട് സൂറത്തുൻ നൂറില്, എന്താ ചോദിക്കുന്നറിയോ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്നാ പിന്നെന്താ മനുഷ്യർക്ക് നിങ്ങൾക്ക് പുറത്തു കൊടുത്തൂടെ എന്നാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഒരുപാട് പാപങ്ങൾ ചെയ്ത മനുഷ്യരെ, വേണ്ടാത്തരങ്ങളിൽ മുഴുകി ജീവിച്ച മനുഷ്യരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഓരോന്നും ആസ്വദിച്ചപ്പോഴും അള്ളാഹുവോട് ധിക്കാരത്തോടെ പ്രവർത്തിച്ച മനുഷ്യരെ, ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നുകൊണ്ട്, അവന്റെ ശിക്ഷകളിൽ നിന്നും വിടുതൽ തന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലും എന്ത് ചെയ്യും? മനുഷ്യന്മാർക്ക് നിങ്ങൾക്കും പുറത്തുകൊടുത്തൂടെ എന്നാണ് അള്ളാന്റെ ചോദ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ കരുത്തുറ്റ മനുഷ്യരാകണമെങ്കിൽ ഇപ്രകാരം മനസ്സുകൾക്ക് മാറ്റം വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകുകയില്ല. അപ്പോൾ എന്തായിരുന്നു സ്വർഗാവകാശികളുടെ തഖ്വയുള്ളവരുടെ ക്വാളിറ്റി? അവര് പരലോകത്തെ പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ടതുപോലും ദാനം ചെയ്യും. അല്ലേ? എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ദാനം ചെയ്യുന്നത് വരെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന് പോലും ബിർറ് നേടുകയില്ല, പുണ്യം നേടുകയില്ല എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുന്നത് വരെ നമുക്ക് പുണ്യം ലഭിക്കപ്പെടുകയില്ല. ഇഷ്ടപ്പെട്ടതെടുത്ത് ദാനം ചെയ്യാൻ സാധിക്കുന്ന, എല്ലാ കോപത്തെ ഒതുക്കി നിർത്താൻ സാധിക്കുന്ന, മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്ന അത്തരം മനുഷ്യരെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു. അള്ളാഹു അത്തരക്കാരെ ഏറെ സ്നേഹിക്കുന്നു എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? മനുഷ്യരിങ്ങനെയൊക്കെ നന്നാകാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ മനുഷ്യ സഹജമായ പാപങ്ങളിലും വേണ്ടാത്തരങ്ങളിലും നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, മനസ്സടറിപ്പോകാനുള്ള സാധ്യതയുണ്ട്, പലപ്പോഴും ഇതെല്ലാം മറന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, ആരെങ്കിലും സ്വന്തം നഫ്സിനോട് തന്നെ അതിക്രമം ചെയ്തുകൊണ്ട് വല്ല ഫാഹിശത്തുകളും പ്രവർത്തിച്ചു പോയാൽ തഖ്വയുള്ളവരുടെ അപ്പോഴത്തെ നിലപാടെന്തായിരിക്കും? തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നു പോയാൽ പിന്നെ നമ്മുടെ നിലപാടെന്തായിരിക്കണം? അള്ളാഹുവോട് പറയുന്നു, അവരെന്ത് ചെയ്യും? അള്ളാഹുവിനെ ഓർക്കും. പഠിച്ചോനെ സംഭവിച്ചോയല്ലോ, അങ്ങനെ പറഞ്ഞു പോയല്ലോ, അങ്ങനെ പ്രവർത്തിച്ചു പോയല്ലോ, അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, അല്ലേ? എവിടെയെല്ലാം അടിപതറി പോകുന്നുണ്ട്,
ഏതെല്ലാം മേഖലകളിൽ തെറ്റുകളിലും തിന്മകളിലും പാപങ്ങളിലും മനുഷ്യരെ അറിയാതെ പെട്ടുപോകുന്നുണ്ട്. ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, ഒരു പുരുഷനുമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ചാറ്റിംഗ് ഉണ്ട്, എനിക്കതിൽ നിന്നൊന്നും വിടുതൽ കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചിരോ? ഞാൻ പറഞ്ഞു, എനിക്കൊരൊറ്റ മാർഗ്ഗമേ അറിയുള്ളൂ. ഇത് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ആത്മവിചിന്തനം നടത്താനാണ് കേട്ടോ. സ്വന്തം വീട്ടിലെ ഭർത്താവിൻ്റെ സംസാരത്തെക്കാളും വളരെ ഇമ്പം തോന്നുക പുറത്തുള്ളവരൊന്ന് ഹായ് പറയുമ്പോഴും ഒരു സ്നേഹത്തിൻ്റെ സിമ്പിളിട്ട് തരുമ്പോഴൊക്കെ. അങ്ങനെ പതറിപ്പോകുന്ന പലരുമുണ്ട്. ഞാനവരോട് പറഞ്ഞു, ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഇവർ പറയാ, പലവട്ടം ബ്ലോക്ക് ചെയ്തതാ, അതിൻ്റെ അർത്ഥം എന്താ? എന്നിട്ടും രാവിലെ അവൻ്റെ മെസ്സേജ് വരുന്ന നേരത്ത് ഒന്ന് തുറന്നു നോക്കാൻ തോന്നുകയാണ്, വീണ്ടും അൺബ്ലോക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ അതല്ലാതെ വേറെന്ത് മാർഗമാണുള്ളത്? വേറെന്തെങ്കിലും മാർഗം പറയാൻ കഴിയുമോ നമുക്ക്? പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, തെറ്റുകുറ്റങ്ങളിലേക്ക് അറിയാതെ വീണുപോയാൽ അവരവിടെ എന്ത് ചെയ്യും? അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടും. അള്ളാഹുവിന്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്നോർത്ത്, അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെടുമോ എന്നോർത്ത് അവരുടെ നെഞ്ചകം പിടയും. അപ്പോ അവരവരുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് അള്ളാഹ് പൊറുക്കണേട്ടോ, സംഭവിച്ചു പോയിട്ടോ. മനുഷ്യനാണല്ലോ, മനുഷ്യന്റെ അടുത്താണല്ലോ പാപങ്ങൾ സംഭവിക്കുക, മനുഷ്യനിലാണല്ലോ അപാകതകൾ ഉണ്ടാകുക. തെറ്റും കുറ്റം സംഭവിക്കാത്ത മനുഷ്യരൊന്നുമില്ലല്ലോ. അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞത്, കുല്ലു ബനീ ആദമ ഖത്താഊൻ, ആദമിന്റെ മക്കളെല്ലാവരും പാപം ചെയ്യുന്നവരാ. അതുകൊണ്ട് പാപം ചെയ്തു പോയി എന്നോർത്ത് അതിന്റെ പേരിൽ നിരാശപ്പെട്ട് ജീവിക്കാനെല്ലാം ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ റബ്ബിലേക്ക് അടുക്കാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളിൽ സംഭവിച്ചു പോകുമ്പോ അവരല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പാപമോചനം തേടുമെന്ന് പറയുമ്പോ അള്ളാഹു തുടർന്ന് പറയുന്ന വല്ലാത്തൊരു പദപ്രയോഗമുണ്ട്. തെറ്റൊക്കെ ചെയ്തിട്ടേ അള്ളാഹ് പൊറുക്കണേട്ടോ, സംഭവിച്ചു പോയിട്ടോന്ന് ആത്മനമ്പരത്തോടെ റബ്ബിനോട് പാപമോചനം തേടുമ്പോ അള്ളാഹ് ചോദിക്കാണ്, അല്ലാതെ പിന്നെ ആരങ്ങൾക്ക് പുറത്തുതരാൻ? എന്തൊരു സ്നേഹം നമ്മുടെ റബ്ബിനല്ലേ, എന്തൊരു സ്നേഹമാണ് നമ്മുടെ റബ്ബിന്. പക്ഷെ പിന്നീട് അള്ളാഹ് പറയാണ്, പക്ഷെ നിങ്ങൾ ഈ ചെയ്തു പോയ സംഭവത്തിൽ പിന്നെ ഉറച്ചു നിൽക്കരുത് കേട്ടോ, പിന്നെ അതിങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. പിന്നീട് നമ്മൾ അതിൽ നിന്നും മോചനം നേടി ഇനി ഞാനത് ചെയ്യില്ലെന്നൊരു തീരുമാനം, ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇങ്ങനെയാണ് കരുത്തുറ്റ മനുഷ്യരാകാൻ നമുക്ക് സാധിക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ആത്മവിചിന്തനം നടത്തി ഇസ്തിഗ്ഫാറിലൂടെ ഓരോ ദിവസവും ഒരുപാട് തവണ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടി പാതിരാരാവുകളിൽ ഉണർന്നെഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തെ മോഹിച്ച് അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ട് നല്ല കുടുംബത്തെ എനിക്ക് കൂട്ടത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടി വരികയില്ല. ഒരിക്കലും തന്നെ ആ മനുഷ്യര് തകർന്നു പോകുകയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കരുത്തുറ്റ വിശ്വാസം നമുക്ക് വേണം. ഇന്ന് സമൂഹത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അതാണ്. നമുക്കൊരു കരുത്തുറ്റ വിശ്വാസമാണ് പുതിയ സമൂഹത്തിൽ നിന്നും കൈമോശം വന്നു പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവോട് അടുക്കുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിലൂടെയും പ്രാർത്ഥനയിലൂടെയും അള്ളാഹുവോട് അടുക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. ഒരിക്കല് ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ അവളോട് പറഞ്ഞു, മോളെ, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അതെന്തിനാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, അവന് മാത്രമാണ് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ ചോദിച്ചൊരു ചോദ്യം, പുതിയ സമൂഹത്തിന്റെ ചില ചോദ്യങ്ങളിൽ, ചില വികൃതമായ ചില വിശ്വാസങ്ങളുടെ ഭാഗമായി വരുന്ന ചോദ്യങ്ങളിൽ പെട്ടൊരു ചോദ്യം അമ്മോളെന്നോട് ചോദിച്ചു, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്നവനല്ലേ അള്ളാഹു? അതെ. നമ്മുടെ മനസ്സിന്റെ ആകുലതകളും വ്യാകുലതകളും അറിയുന്നവനല്ലേ റബ്ബ്? അതെ. പിന്നെ നമ്മളെന്തിനാ ചോദിക്കാതെ തന്നൂടെ? പെൺകുട്ടി പുതിയ കാലത്തെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യം. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമെന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിക്കും, നമ്മിന് പരീക്ഷണം തരാതിരുന്നാ പോരെ? അത്തരം ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം? എന്താണ് ജീവിതത്തിന്റെ പൊരുള്? പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകും. നമ്മുടെ വിശ്വാസം എങ്ങനെയായിത്തീരും? നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എന്തായിത്തീരുമെന്ന പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമുക്ക് സങ്കടങ്ങൾ തരും, നമുക്ക് വേദനകൾ തരും, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും, കഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്റെ അടിമക്ക് എന്നോടുണ്ടായിരുന്ന വികാരം എന്തായിരുന്നു എന്ന പരീക്ഷണമാണ്.
വിശ്വാസത്തെയാണ് അള്ളാഹു ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കാതെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവരാണ് റബ്ബ്. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അവനോടടുപ്പം സാധ്യമായിട്ടല്ല എന്ന് വിളിച്ച് അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെയാണ്. അവനുമായിട്ടുള്ള ഇഷ്ടം കൂടലാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മളും റബ്ബും തമ്മിലുള്ള വല്ലാത്ത സ്നേഹബന്ധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊരു പരിഗണനയും നൽകുകയില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരാൾ മനസ്സിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ നമുക്ക് വല്ലാത്ത കരുത്തുണ്ടാകും. എവിടെയും നമ്മൾ കുടുങ്ങിപ്പോകൂല. അവിടേക്ക് പഠിച്ചോൻ പോംവഴികൾ തുറന്നു തരും, ജീവിതത്തെ വിശാലമാക്കി തരും, മനസ്സിനെല്ലാം സഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഉൾക്കരുത്തുണ്ടാക്കി തരും. ജീവിതാന്ത്യം വരെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. മറ്റുള്ളവരോടുള്ള വെറുപ്പുകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകും. ആരോടും വെറുപ്പില്ലാത്ത മനസ്സിന്റെ ഉടമയായിട്ട് നമ്മൾ മാറും. ആരോടും വെറുപ്പില്ലെങ്കിൽ എന്തൊരു വിശാലതയാണ് മനസ്സിന്, അല്ലേ? ആരോടും വെറുപ്പില്ലെങ്കിൽ എന്തൊരു വിശാലതയാണ്. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് 3 ദിവസം നിരന്തരമായി അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചെന്നിട്ട് അന്വേഷിച്ചു, എന്തായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത. നോക്കുമ്പോ അദ്ദേഹത്തിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇവരെയൊക്കെ പോലെ തന്നെ അദ്ദേഹം നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, അത്രയൊക്കെ തന്നെയുള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കാരോടും വെറുപ്പില്ല. സ്വന്തം നെഞ്ചകത്ത് കൈവച്ചെന്ന് ആലോചിച്ച് നോക്കിയേ, ആരോടും വെറുപ്പില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ. എങ്കിൽ അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ റബ്ബുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ച് ഉൾക്കരുത്തുണ്ടാക്കിയെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങണം. മക്കളുടെ മുന്നിൽ വഴികാട്ടികളാകണം. സ്വർഗത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സ്വർഗത്തിൽ ഒന്നിച്ചുകൂടണമെന്ന ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് പാകത്തില് വിശാലമായ ഒരു നന്മയുടെ ഉറവിടങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. നമ്മുടെ പാപങ്ങളൊക്കെ പഠിച്ചോ പുറത്തു തരും. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ആരുടെ വലത് കയ്യിലാണോ ഗ്രന്ഥം നൽകപ്പെടുന്നത് അവർക്ക് വളരെ ലഘുവായ വിചാരണ മാത്രമേ ഉള്ളൂ. ഏറ്റവും സന്തോഷത്തോടെ കുടുംബത്തിലവരെ കാത്തിരിക്കുന്ന സ്വർഗത്തിലവരെ കാത്തിരിക്കുന്ന കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനുള്ള കൽപ്പന നാളെ സ്വർഗീയ ലോകത്തവർക്ക് ലഭിക്കപ്പെടും. ഉമ്മയും ഉപ്പയും മക്കളും ഭർത്താവും സഹോദരങ്ങളൊക്കെ കാത്തിരിക്കുന്നൊരു സദസ്സ് സ്വർഗത്തിലുണ്ട് എന്ന്. പക്ഷെ അതിന് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെടണം. മാത്രല്ല ലഘുവായ വിചാരണ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകനെ ലഘുവായ വിചാരണ? വിചാരണ നേരിട്ടവർ നശിച്ചു എന്നല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തരുന്നുണ്ട് നമുക്ക്. നമ്മുടെ ലഘുവായ വിചാരണ നാം ചെയ്ത ഓരോ പാപങ്ങളും നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. എന്നിട്ട് അല്ലാഹു ഏറെ ഇഷ്ടത്തോടെ നമ്മളോട് പറയും, ഇതെല്ലാം നീ ചെയ്തതല്ലേ? നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ നെഞ്ചിടിക്കും. അതെല്ലാം നമ്മൾ ചെയ്തതായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ നോക്കുന്നൊരു കാര്യം ഉണ്ടെന്ന് അവിടെ. ഇതൊക്കെ നിസ്സാര കാര്യമാണല്ലോ, ഞാൻ ചെയ്ത വലിയ വലിയ പാപങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? റബ്ബിനോട് ചോദിക്കും, അത്ര അതെവിടെ റബ്ബേ? അള്ളാഹു നമ്മളോട് ചിരിക്കുമെന്നാണ്, പുഞ്ചിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പുഞ്ചിരി എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാൻ അർഹതയില്ല കേട്ടോ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ പരലോകത്ത് റബ്ബ് നമ്മളോട് ചിരിക്കുമെന്നാണ്. കാരണം അള്ളാഹു നമ്മുടെ ചില പാപങ്ങൾ പൂർണ്ണമായും അയച്ചു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ആഴമൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു ഗഫൂറാണ്. നമ്മുടെ പാപങ്ങൾ മറച്ചു വെച്ചവനാണ് അവൻ. നമ്മുടെ എല്ലാ പാപങ്ങളും ജനങ്ങളുടെ മുന്നിൽ നിന്നും നമ്മുടെ മക്കളും മാതാപിതാക്കളും ഇണകളും എല്ലാം കൂടി നിൽക്കുന്ന പരലോകത്ത് നമുക്ക് മുന്നിൽ മാത്രം തിന്മകളെ പ്രദർശിപ്പിച്ച് അതിനൊന്നും നിനക്ക് കുറ്റമില്ലെന്ന് പറയുന്ന ആ രംഗം, അവിടെ നമ്മുടെ വലിയ പാപങ്ങൾ പോലും മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിന്റെ ശിക്ഷകളൊന്നുമില്ല. എന്നിട്ടാണ് റബ്ബ് പറയുന്നത്, നീ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ നിന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് കടന്നു പോയി കൊള്ളുകയെന്ന്. എന്ത് വേണം? നമ്മുടെ ഉള്ളില് ചെയ്ത തെറ്റുകൾ ഓർത്ത് പിന്നുന്നൊരു മനസ്സ് വേണം, നിറയുന്ന ഒരു കണ്ണ് വേണം, വിതുമ്പുന്ന ചുണ്ടുകൾ വേണം. അല്ലാ, പറ്റിപ്പോയിട്ട് റബ്ബേ, നിന്റെ സ്നേഹം നഷ്ടപ്പെടുന്നതിനേക്കാളും
അപ്പുറമായിട്ട് മറ്റൊന്നുമില്ല എന്ന കരുതലോടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്നവരായിട്ട് മാറണം നമ്മൾ. അതാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ എനിക്ക് നീ ലഘുവായ വിചാരണ നൽകണേ. എത്ര സ്നേഹമാണ് റബ്ബിന് നമ്മളോടില്ലേ. പക്ഷെ ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മളെപ്പോഴും റബ്ബിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നു. റബ്ബിന്റെ സ്നേഹം നഷ്ടപ്പെടുന്നതിന്, ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാണ്. ഉമ്മന്റെ വാപ്പന്റെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. മക്കള് ഉമ്മാന്ന് വിളിക്കാതെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോയാൽ ഹൃദയം വിങ്ങാണ്. പക്ഷേ പഠിച്ചോന്റെ സ്നേഹം നഷ്ടപ്പെടുന്നതോർത്ത് കണ്ണ നനഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ അപ്രവൃത്തികളില് നമ്മൾ അല്ലാഹുവിന്റെ സ്നേഹത്തെ കൊതിക്കാതെ പോകുന്നു. നോക്കൂ നിങ്ങളെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ആരായിരുന്നു അദ്ദേഹം അറിയൂ? അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ മദീനയിലെ ഏറ്റവും ധനാഢ്യനായ മനുഷ്യൻ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അൻസാറുകൾ മുഹാജിറുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ എനിക്ക് ഇവിടുത്തെ അങ്ങാടി ഒന്ന് കാട്ടി തന്നാൽ മതി, കച്ചവടം ചെയ്ത് ധനം ഞാൻ ഉണ്ടാക്കും. ബിസിനസ്സിൽ അത്രയും അഗ്രഗണ്യനായ മനുഷ്യൻ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള ആ മനുഷ്യൻ, ആ മഹാനായ സ്വഹാബി അവസാന കാലഘട്ടത്തിൽ ഒരു ദിവസം നോമ്പെടുത്തപ്പോ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ മുന്നിൽ നിരത്തി വെച്ചു. നമ്മൾക്ക് നോമ്പെടുക്കുന്ന നിമിഷം ആലോചിച്ച് നോക്കി. എന്നിട്ട് നമുക്ക് തികഞ്ഞിട്ടില്ല, കുറച്ചും കൂടി വേണമായിരുന്നു എന്നാ ചിന്ത. വിഭവസമൃദ്ധമായ ഭക്ഷണം സുപ്രയിൽ വിളമ്പപ്പെട്ടു. നോമ്പുകാരനായിട്ട് ആ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ മുൻപിൽ ഇരുന്നിട്ട് മഹാനായ സ്വഹാബി പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെയുള്ള മഹാന്മാരെല്ലാം എനിക്ക് മുമ്പേ കടന്നുപോയി. ആരായിരുന്നു മുസ്അബ്? മക്കയിലെ ധനാഢ്യനായ മനുഷ്യന്, ഒരിക്കൽ ഉടുത്ത വസ്ത്രം പിന്നീട് ഉടുക്കാത്ത, അദ്ദേഹം ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങള് അകലെ കടിച്ചു വീശുന്ന രൂപത്തിലുള്ള ധനാഢ്യനായ മുസ്അബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ദരിദ്രനായി ജീവിച്ചിട്ട് ഇതിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയാകുമ്പോ കാലുമറച്ചാൽ കാണുന്ന ഒരു പുതപ്പ് മാത്രം കൈമുതലായിട്ട്, അതുകൊണ്ട് മാത്രം അദ്ദേഹം കഫൻ ചെയ്യപ്പെട്ട് ബാക്കി ഭാഗത്ത് പുല്ലുകൊണ്ട് മൂടപ്പെട്ട് കഫൻ മറവ് ചെയ്യപ്പെട്ട മഹാത്മനായ മുസ്അബിനെ പോലുള്ളവരെല്ലാം എനിക്ക് മുമ്പേ കടന്നുപോയല്ലോ. ഈ ഭൂമിയിലെ ധന്യതയില് ഇവിടെ ഇതാ അള്ളാഹു എന്നെ ബാക്കിയാക്കിയിരിക്കുന്നു. ഇതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു വിഭവം എനിക്ക് നഷ്ടപ്പെടുമോ, എനിക്ക് നിഷേധിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ ഭക്ഷണവും ഉപേക്ഷിച്ച് പച്ചവെള്ളം എടുത്ത് നോമ്പ് തുറന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തെ മോഹിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ, അപ്രകാരം സ്വർഗത്തെ മോഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടായിരിക്കണം. ഇന്നും നാളെയും തീർന്നു പോകുന്ന ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരാകരുത് നമ്മൾ, ദുനിയാവിന്റെ ആളുകളാകരുത് നമ്മൾ. പരലോകത്തിന്റെ ആളുകളായിട്ട് മാറണം. സ്വർഗം കൊതിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. റബ്ബിന്റെ സ്നേഹം കൊതിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. നമ്മൾക്ക് ഭൂമിയിലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്കാരാ ഉള്ളത് ഇവിടെ? ഉമ്മണ്ട്, വാപ്പുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളെല്ലാവരും ഉണ്ട്. എന്ത് സ്നേഹമാണ് അവർക്ക് നമ്മളോടില്ലേ. പക്ഷെ ആ സ്നേഹം നഷ്ടപ്പെടാനുണ്ടല്ലോ കുറച്ച് സമയം മതി. നമ്മൾ അവർക്കൊരു ഭാരമായാൽ, നമ്മൾ അവരുടെ മുന്നിൽ ഒന്നിനും പറ്റാത്തവരായിരുന്നാൽ അവർക്കൊക്കെ നമ്മളൊരു ഭാരമായിട്ട് തീരും. കുറേ കാലം ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുന്ന മനുഷ്യരെ കുറിച്ച് ചില മക്കളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, പടച്ചോൻ അവരെ കഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവരങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നാ. ആരാ പറഞ്ഞത്? മക്കള്, ഇണ, സഹോദരങ്ങള്, ഇവരൊക്കെ പറയും ഇത്രയുള്ള ഭൂമിയിൽ നമ്മുടെ വില, ഇത്രയുള്ള ഭൂമിയിൽ നമ്മുടെ വില. ഇനി അതുമല്ല എങ്കിൽ നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ എത്ര കാലം ഇവിടെ ഓർക്കപ്പെടുക? എത്ര കാലം നമ്മൾ ഓർക്കപ്പെടുക? നമ്മൾ മറമാടപ്പെട്ട് കിടക്കുന്ന കബറിടത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പോലും 2-3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ പോലും ഓർക്കൂല. അവർ പൊട്ടിച്ചിരികളും കളിതമാശകളും പോയി കടന്നു പോകുമ്പോ ഈ മൺതിട്ടക്ക് താഴെ എന്റെ ഉമ്മ കിടക്കുന്നുണ്ടെന്ന് ഓർത്തൊന്ന് കണ്ണു നനയാൻ ഒരു പക്ഷെ ഭൂമിയിൽ ആരും ഉണ്ടാവൂല. അവിടെ നമ്മുടെ കബറിന്റെ
ഉള്ളില്, നമ്മുടെ ബർസഖീ ലോകത്ത് നമുക്ക് കൂട്ടിനുണ്ടാക്കുക നമ്മുടെ റബ്ബിന്റെ സ്നേഹമാണ്, നമ്മുടെ റബ്ബിന്റെ സ്നേഹമാണ്. റബ്ബ് സ്നേഹിച്ചവർക്ക് എത്ര വിശാലമാണ് ആ ഖബറെന്നറിയോ? ഒരിടുക്കമില്ല അവിടെ, ഒരിടുക്കവും അവിടെ ഇല്ല, വിശാലമാണത്. ഖബറിലെ ചോദ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാ. അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, എന്താ നിന്റെ അറിവ്? വിശുദ്ധ ഖുർആനാണെന്ന് പറയാൻ സാധ്യമാകണമെങ്കിൽ ഇവിടെ നമ്മൾ സന്നിഹിതരാകണം, വിശുദ്ധ ഖുർആൻ പഠിക്കണം, അതിലെ പ്രബോധകരാകണം, അത് നെഞ്ചിൽ നിലനിർത്താൻ കഠിന പരിശ്രമം നടത്തണം. അങ്ങനെ നമുക്ക് സാധ്യമായാല് അവസാനത്തെ ഉത്തരവും പറയപ്പെടുമ്പോ വിളിച്ച് പറയപ്പെടും, ഖബറിലേക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക, സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കുക. കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നിറക്കപ്പെട്ട ആ ഖബറിലെ ജീവിതത്തിനെ കുറിച്ചോർത്ത് നമ്മളൊരാളും ഭയപ്പെടേണ്ടതില്ല. ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നന്മയുണ്ടെങ്കിൽ. പക്ഷേ ഇതൊന്നും ഓർക്കാതെ പെട്ടെന്ന് മരണത്തെ പുൽകിയ മനുഷ്യരുണ്ടല്ലോ നമ്മുടെ കാൽപാദങ്ങൾക്ക് താഴെ. എത്ര മനുഷ്യരാണെന്നറിയോ? ഖിയാമം ഒന്ന് വന്നെങ്കിലും ഓർത്ത് നരകത്തിന്റെ യാതനകൾ അനുഭവിച്ച് നരകത്തിൽ നിന്നും വാതിൽ തുറക്കപ്പെട്ട് നരകത്തിലെ തന്റെ ഇരിപ്പിടത്തെ നോക്കി ഭയപ്പാടോടെ മണ്ണിന്റെ അടിയിൽ കഴിഞ്ഞുകൂടുന്നത്. നമുക്ക് മോചനം വേണം, ഒരു ഭയവും വേണ്ട, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പേടിയും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിയോടെ കാത്തിരുന്നാൽ അവരെ കാണാൻ അള്ളാഹുവിനും വല്ലാത്ത കൊതിയാണ്. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിന്റെ ദൂതരെ, ആർക്കെങ്കിലും മരിക്കാൻ കൊതി ഉണ്ടാവോ? റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു, ഇതല്ല സംഭവം. മരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്. മരണം മുൻപിലേക്ക് വരുന്ന നേരം, മൗത്തിനെ പിടിക്കപ്പെടുകയാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന നിമിഷം, ആ നിമിഷത്തില് നമുക്ക് ഭാവിയിൽ ഇനി മരണശേഷം ലഭിക്കാനുള്ളത് സ്വർഗമാണോ നരകമാണോ എന്ന് ബോധ്യപ്പെടുന്ന വല്ലാത്ത നിമിഷമാണത്. ആ സമയത്ത് നരകമാണ് ഒരു മനുഷ്യന്റെ അവസാന സങ്കേതമെങ്കിൽ അവന്റെ മുന്നിൽ ഭയപ്പെടുന്ന കാഴ്ചകളല്ലാതെ മറ്റൊന്നും കാണൂല. ആ സമയത്ത് അവൻ വെറുക്കും, മരണത്തെ വെറുക്കും, പടച്ചോനെ കാണാൻ വെറുക്കും. എന്നാലുണ്ടല്ലോ നല്ല ആത്മാക്കളെ അവരിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ ചുറ്റിലിരുന്നിട്ട് മക്കൾ ഇങ്ങനെ കരയും. ഉമ്മാന്റെ വേർപാടാണ്, കണ്ണുനിറയും, പ്രിയപ്പെട്ടവരുടെയൊക്കെ തൊണ്ടയിടറും. ചിലപ്പോൾ അരികിലിരുന്നിട്ടോ നാട്ടിലേക്ക് ഫോൺ ചെയ്യും, ഉമ്മാക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ട് കേട്ടോ, അവസാനത്തെ നിമിഷം കേട്ടോ, ദുആ ചെയ്യട്ടോ. ഒരു പക്ഷേ മരണത്തിന് മുമ്പ് ഞാനും നിങ്ങളും അത് കേൾക്കും. എന്നാലും ഉള്ളിലയാതെ, നെഞ്ചു പതറാതെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മസന്തോഷം ഉണ്ടാകും. അതെന്താണെന്നറിയോ? മുന്നിൽ കാണിക്കപ്പെടുന്നത് സന്തോഷത്തിന്റെ കാഴ്ചകളാണ്, മുന്നിൽ കാണിക്കപ്പെടുന്നത് സന്തോഷത്തിന്റെ കാഴ്ചകളാണ്. അള്ളാഹുവിനെ കാണാൻ ആ നിമിഷം നമ്മൾ കൊതിക്കുമത്രേ, വല്ലാത്ത കൊതിയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എന്റെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമൂ, എന്നിട്ട് നേരെ ചൊവ്വേ ജീവിച്ചവര്, തൗഹീദിനെ മുറുകെ പിടിച്ചവര്, അരണുമണിത്തൂക്കം പോലും ശിർക്ക് ചെയ്യാതെ ജീവിച്ചവര്, അള്ളാഹുവിനോട് പാപമോചനം തേടിയവര്, ചെയ്ത തെറ്റോർത്ത് കണ്ണ് നനഞ്ഞവര്, കുടുംബത്തെ നന്മയിലേക്ക് ചേർത്ത് പിടിച്ചവര്, അങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരുടെ ആത്മാവ് ഭൂമിയിൽ നിന്നും വേർപ്പെടുന്ന നിമിഷം തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. അവരുടെ കണ്ണെത്താ ദൂരത്തോളം ആ മലക്കുകൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ നല്ല ആത്മാവിനോട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ട കേട്ടോ, സങ്കടപ്പെടേണ്ട കേട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, നിനക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് സന്തോഷം അനുഭവിച്ചുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത കൊതിയായിരിക്കും പടച്ചവനെ കാണാൻ, വല്ലാത്ത ആഗ്രഹമായിരിക്കും, നല്ലൊരു വേർപാടായിരിക്കും അത്. മക്കളുടെയും കുടുംബത്തിൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു സമാശ്വാസം ഉണ്ടാവും. അവരൊക്കെ നാളെ എൻ്റെ അടുത്തേക്ക് വന്നു ചേരും, ഞാൻ അവരെയൊക്കെ ആ മാർഗത്തിൽ നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു വേർപാട് സാധ്യമായെങ്കിൽ മാത്രമേ, ആ വേർപാടിനെ കൊതിച്ചെങ്കിൽ മാത്രമേ. നമ്മൾ ജീവിതത്തെക്കുറിച്ച് കുറേ സ്വപ്നം കണ്ടിട്ടില്ലേ? എനിക്ക് പറയാനുള്ള സന്ദേശം, നമ്മുടെ നന്മ, നമ്മുടെ കരുത്ത് സമൂഹത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടതിനേക്കാളും കൂടുതൽ മരണത്തെക്കുറിച്ച് സ്വപ്നം കാണണം. നല്ലൊരു മരണം കിട്ടണം, നല്ലൊരു ആഖിബത്ത് ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം.
ഹൃദയത്തിൻ്റെ വിശാലതയുള്ള ഒരു ഉമ്മയായിട്ട്, മാതാപിതാക്കൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു മക്കളായിട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ. അള്ളാഹുവേ, സർവാധിനാഥനായ റബ്ബേ, അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. സകലതും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവേ, ദുർബലമായ മനസ്സിൻ്റെ ഉടമകളാണ് ഞങ്ങൾ, സ്ത്രീ സമൂഹമാണ്. ഒരുപാട് ദുർബലതകൾ ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവേ, ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഞങ്ങൾ നിന്നെ മറന്നു പോകുന്നുവെങ്കിൽ അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നീ ഈമാനിൻ്റെ കരുത്ത് പകർന്നു നൽകണമേ റബ്ബേ. തെറ്റുകുറ്റങ്ങളിലൂടെ സാഹചര്യങ്ങളിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ നിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാനുള്ള ഉൾക്കരുത്ത് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, വല്ലാത്ത കാലത്ത് ഞങ്ങളുടെ മക്കളെ സൽപാന്താവിലൂടെ കൈപ്പിടിച്ച് നടത്താൻ ആർജവമുള്ള മാതാക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ പ്രതി ഇഹത്തിലും പരത്തിലും അഭിമാനവും സന്തോഷവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പൊന്നോമന മക്കളെ ഭൂമിയിൽ നീ ദീർഘകാലം ബാക്കിയാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങൾക്കുമിടയിലുള്ള സ്നേഹം ഈ ലോകത്ത് സ്വസ്ഥമായ ജീവിതത്തിലും സ്വസ്ഥമായ ഇബാദത്തുകൾക്ക് പോലും അനിവാര്യമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ നീ സമൃദ്ധമായ സ്നേഹം ഉണ്ടാക്കി തരണമേ റബ്ബേ. സ്വർഗത്തോളം അവരുടെ കൈപ്പിടിച്ച് നടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അള്ളാഹുവേ, എൻ്റെ മുന്നിലിരിക്കുന്നത് പ്രവാസികളാണ്, മാതാപിതാക്കളെ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ് പലരും. അള്ളാഹുവേ, അവരുടെ മാതാപിതാക്കൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ നീ ഉപകാരപ്പെടുത്തണമേ റബ്ബേ. അവരുടെ മാതാപിതാക്കളോട് സമാശ്വാസവും സ്നേഹവും പകർന്നു നിൽക്കുന്ന മക്കളായിട്ട് അവരെ നീ ഉയർത്തണമേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഉമ്മ ബാപ്പമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ദുനിയാവിൽ വേറൊരു മനുഷ്യരും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല റബ്ബേ. നിന്റെ സ്നേഹം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും നിഷ്കളങ്കമായി ഞങ്ങൾ അനുഭവിച്ചത് ആ പാവപ്പെട്ട 2 മനുഷ്യരുടെ സ്നേഹമാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കരുതി വെക്കുന്ന സന്മക്കളായിട്ട് നീ ഞങ്ങൾ ഉയർത്തേണമേ റബ്ബേ. നാളെ സ്വർഗപുങ്കാവനത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ഉന്നത ദറജകൾ ലഭിക്കപ്പെട്ടവരായിട്ട് നീ ഞങ്ങൾക്ക് അവരെ കാണിച്ചു തരണമേ റബ്ബേ. അവസാനം പറയപ്പെട്ടതുപോലെ നിന്നെ കാണാനുള്ള മോഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് റബ്ബേ. അതിനുവേണ്ടി എല്ലാ പരീക്ഷണങ്ങളും സഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഹൃദയ വിശാലത നൽകണമേ റബ്ബേ. നരക ശിക്ഷയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ നാഥ, അതിവിദൂരമാക്കണേ റബ്ബേ. അത് സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല റബ്ബേ. അവസാനം കുടുംബത്തോടൊപ്പം ഉത്തരസൂര്യനോടൊപ്പം നിന്നെ കാണുന്ന അനുഭൂതിദായകമായ നിമിഷത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വഅജ്ർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹത്തെ സ്വർഗത്തോളം ചേർത്ത് നിർത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.